വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇന്നൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ആരും അങ്ങനെ ചെയ്ത് നോക്കാത്ത ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പിങ്ക് വെൽവെറ്റ് കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. സാധാരണ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു റെസിപ്പിയും ചെയ്യുന്നത്. അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബട്ടർ മിൽക്കിനായിട്ട് ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടില്ലാത്ത പാൽ വേണം കേട്ടോ ഇതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം, അല്ല റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് പാലിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് മൈദ, അതിലോട്ട് 2 ടേബിൾ സ്പൂണും കൂടെ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരൊറ്റ വട്ടം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. 3 പ്രാവശ്യം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തായാലും ഒരു കുഴപ്പമില്ല. 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ വേണം കേട്ടോ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങിയിട്ട് വരില്ല. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിക്കാം. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളിത് മിക്സിയിൽ ട്രൈ ചെയ്യരുത്. മിക്സിയിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റായി വരില്ല. അപ്പോൾ മിക്സിയിൽ ട്രൈ ചെയ്യേണ്ട. ഇതേപോലെ ഒന്നെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്യുക. കുറേ സമയം എടുക്കും ഫോർക്കും ഹാൻഡ് വിസ്കും ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാനിവിടെ ഹാൻഡ് വിസ്കാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ പൊങ്ങി 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 വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനുശേഷം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. നന്നായിട്ട് നല്ല തിക്കായിട്ട് വരണം. മയോണൈസൊക്കെ പോലെ അത്ര ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി ഫെയിൽ ആവാണ്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ബട്ടർ മിൽക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ഒക്കെ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്കും സെറ്റായിട്ട് വരും. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒട്ടും പുളി ഇല്ലാത്ത തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1/4 കപ്പ് എടുത്താലും മതി. പുളി ഉണ്ടാവരുത്. പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഇച്ചിരി ബട്ടർ മിൽക്ക് ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്. നമ്മൾ ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്ററിൻ്റെയും ഹാൻഡ് വിസ്കിൻ്റെയും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. അവസാനം ഫുള്ളായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം. അതും ഒഴിച്ചു കൊടുത്താൽ പതുക്കെ ഇതേപോലെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ പതുക്കെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു പിങ്ക് വെൽവെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ഇതേപോലെ ടൈഗറിൻ്റെ ഈ ഒരു സ്ട്രോബെറി എസെൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ വേറെ കളേഴ്സ് ഇല്ലാത്തൊരു എസെൻസ് കിട്ടും, വൈറ്റ് കളറിൽ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഏകദേശം എല്ലാ കടയിലും കിട്ടും കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. എല്ലാ കടകളിലും കിട്ടുന്ന ഒരു എസെൻസ് തന്നെയാണിത്.
40-50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതൊരു 4-5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യത്തിന് ആ ഒരു കേക്കിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ആഡ് ചെയ്തതിന് ശേഷം പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ കടായി പ്രീഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസിൻ്റെ മുകളിലായതുകൊണ്ടാണ് കടായി പ്രീഹീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 7 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. ഇത് അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ ടിന്നെ ഉപയോഗിച്ചാൽ മതി. അലൂമിനിയത്തിൻ്റെ പാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഏതായാലും നമുക്ക് ശരിക്ക് ബേക്കായിട്ട് കിട്ടും. അപ്പം ഞാൻ അതിൻ്റെ അടിഭാഗത്ത് ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബട്ടറും അതേപോലെ തന്നെ ഒരുപാട് ഓയിലും ഒന്നും ഇട്ടിട്ട് ഗ്രീസ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സൈഡ്സൊക്കെ ഭയങ്കര കട്ടിയായിട്ട് പോവും. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രമാണ്. അതിലോട്ട് ഇനി ഞാൻ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ബേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം ലെയർ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെറ്റ് ചെയ്യണം. അപ്പോൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കും പാലുമാണ് കേട്ടോ. അപ്പം ഞാൻ 1/2 കപ്പ് പാലിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് കേട്ടോ ഈ ഒരു മിക്സ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് തന്നെ ഉപയോഗിക്കാം. ഇതാകുന്ന സമയത്ത് കുറച്ചും കൂടെ കേക്കിനൊരു ടേസ്റ്റ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിവാക്കിയിട്ട് ഇപ്പം കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും ഈ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയും മിൽക്കിൻ്റെയും മിക്സാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് തന്നെ വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഫിയോണയുടെ ക്രീമാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഫുൾ ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1.25 കപ്പ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യേണ്ട രീതിയും അതിൻ്റെ സ്റ്റിഫ്നെസ് എപ്പോഴാണ് നമ്മൾ നോക്കേണ്ടതെന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിതിപ്പോൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 100ൻ്റെ 34 നമ്പർ ടിപ്പാണ് കേട്ടോ. ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒക്കെ നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മേലെ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ പുറകോട്ട്, അതായത് മുമ്പിലോട്ട് തള്ളി നിൽക്കുന്ന കേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ക്രം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രം കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യുക. ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ്സിലൊക്കെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നോസിൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലൈൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ സ്ക്രാപ്പർ ഉണ്ടാക്കാന്നുള്ള ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ N2 നോസൽ വെച്ചിട്ട് സൈഡ്സിലൂടെ ഒരു ബോർഡർ ഡിസൈനും മേലെ ഭാഗത്തൊരു റോസറ്റ ഡിസൈനും കൊടുത്തിട്ട് ഇത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗനാഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഗനാഷ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചോക്ലേറ്റിന് 1/4 കപ്പ് ക്രീമും 1/2 ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് തണുത്തതിന് ശേഷം കേക്കിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് കേക്കിന് കിട്ടുന്ന പ്രൈസിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് റൈസ് പോപ്സും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേക്ക് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡ് വെൽവെറ്റിനേക്കൊക്കെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഏകദേശം റെഡ് വെൽവെറ്റിൻ്റെ കേക്കൊക്കെ പോലെ തന്നെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണത്.
ആരെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആരും മറന്നു വേണ്ട. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.